ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മസാല ചായ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഏലക്കായ വേണം 2 എണ്ണം, അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു വേണം, ചെറിയൊരു കഷ്ണം പട്ട വേണം, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം. ഒരു കപ്പ് ചായ ഉണ്ടാക്കാനുള്ള രീതിയാണ് ഞാനിവിടെ പറയുന്നത്. അതിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇനി നമുക്ക് ഈ ഏലക്കായും അതുപോലെ തന്നെ ഇഞ്ചിയും ഒന്ന് ചതയ്ക്കേണ്ട ആവശ്യമുണ്ട്. നല്ലപോലെ ചതച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ചതയ്ക്കേണ്ട ആവശ്യമുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അത് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഈ സ്പൈസസുകളെല്ലാം ചേർത്ത് കൊടുക്കുക. 20 സെക്കൻഡ് ഈ സ്പൈസസ് എല്ലാം വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് 20 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് തിളയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ശേഷമാണ് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരണം. ആ തിളയ്ക്കുന്ന സമയത്താണ് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് ഹാഫ്ലി ആയിരിക്കും, ചില ആൾക്കാർക്ക് നല്ല മധുരം വേണം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചായ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് അരിച്ച് ഒരു കപ്പിലേക്ക് മാറ്റാം. ചായപ്പൊടി ഇങ്ങനെ ചായയിൽ തന്നെ കിടന്നാൽ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മൾ അരിച്ച് മാറ്റുകയാണ്. അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ കുടിക്കാൻ പോകുന്ന കപ്പിന് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ വേറൊരു കപ്പിൽ ഒഴിച്ച് 2 തവണ ഒന്ന് ആറ്റിയെടുക്കണം. അപ്പോൾ മാത്രമാണ് ചായക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ കുടിക്കുന്ന ആ ഒരു കപ്പിലേക്കും കൂടെ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.